ഹായ്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. പല സമയങ്ങളിലും കുറച്ചൊക്കെ നർമ്മം കലർത്തിയും ഗൗരവമായിട്ടൊക്കെ നമ്മളിത് പറയാറുണ്ട്, പ്രത്യേകിച്ച് കാലാവസ്ഥാ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ ഈ സാധ്യതയ്ക്ക് ഒരു മാറ്റം വരാൻ പോവാണ്. ഇന്ത്യ ഗവൺമെന്റ് പുതിയ ഒരു മിഷനുമായിട്ട് മുമ്പോട്ട് വരുന്നു. ആ മിഷന്റെ പേര് മിഷൻ മോസം എന്നാണ്. അതായത് ഈ കാലാവസ്ഥാ പ്രവചനം, ക്ലൈമറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലൊക്കെ കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള പ്രവചനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചുകൾ ചെയ്യുക, സ്റ്റഡികൾ ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട നിഗമനങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശം. വരുന്ന 2 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 2000 കോടി രൂപ ചെലവഴിച്ചാണ് നമ്മൾ ഈ മിഷനുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ അണ്ടറിലുള്ള ഒരു മിഷനാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ടും മെഷീൻ ലേണിങ്ങുമായിട്ടൊക്കെ ചേർന്നിട്ട് നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു മിഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും രാജ്യത്തെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ അണ്ടറിൽ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മിഷൻ മോസം മുമ്പോട്ട് യാത്ര ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി, നാഷണൽ സെൻറ്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിംഗ് തുടങ്ങിയ സ്ഥാപനങ്ങൾ. അപ്പോൾ ഈ പഠനങ്ങളൊക്കെ, ഈ റിസർച്ചുകളൊക്കെ ഇന്ത്യയുടെ ഈ ക്ലൈമറ്റ് വെതർ ഫോർകാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ നേട്ടങ്ങൾ നേടിക്കൊടുക്കും എന്നാണ് പറയുന്നത്. കുറേ കൂടെ കൃത്യമായിട്ട് നമ്മുടെ അഗ്രികൾച്ചറുമായിട്ടും ഡിഫൻസുമായിട്ടും ഏവിയേഷനുമായിട്ടും ഷിപ്പിങ്ങുമായിട്ടും ടൂറിസവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൃത്യമായ വിവരങ്ങൾ നൽകാൻ സാധിക്കും എന്നും പറയപ്പെടുന്നു. എന്തായാലും ഒരു മിഷൻ വിജയകരമായി പൂർത്തിയാവട്ടെ. ഈ മിഷൻ്റെ അവസാന കാലങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇന്ത്യക്ക് കുറച്ചുകൂടെ കൃത്യമായി വെതർ ഫോർകാസ്റ്റിനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റ് കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായും കൃത്യതയോടും കൂടി പറയാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.